ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കണ ആ മെസ്സേജസ് എടുക്കുക, മറ്റ് മെസ്സേജസ് ഒക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർ ആവാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം യൂട്യൂബ് വീഡിയോസ് അഡ്വാൻസിൽ കാണാൻ പറ്റും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 2 of Wands ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിന്റെ എനർജി എന്താണ്? പാസ്റ്റിൽ കിങ് ഓഫ് കപ്സ്, കറണ്ട് എനർജി നിങ്ങളുടെ ഏസ് ഓഫ് കപ്സ്, ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 of Pentacles. അഡ്വൈസ് നിങ്ങൾക്ക് വന്നിരിക്കണ കിങ് ഓഫ് സോഡ്സ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങളുടെ 7 of Swords ആണ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ പൈസീസ്, ഇവിടെ ഞാൻ കാണുന്നത് 2 of Wands ആണ്. 2 of Wands ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, 2 ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് ചോയ്സ്. അതല്ലച്ചാ നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ നോക്കണു. 5 of Pentacles, ഇവിടെ ഒരു ലോസിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത മാതിരി, ഒരു പേടി, ഞാൻ ഒരു ഡിസിഷൻ തീരുമാനം എടുത്താൽ അത് ലോസ് ആവുമോ എന്ന്. ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു ലോസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഇമോഷണലി ഒരു റിജക്ഷൻ മാതിരി ഒരു ഫീലിംഗ് ആയിരിക്കാം. ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡ് ആവാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചർ എന്താ വേണ്ടതെന്ന് ആ പ്ലാനിങ് ആണ് ചെയ്യണത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ എന്താണ് അടുത്തത് എനിക്ക് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കണ്ടേ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരു കുറേ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ ഈ കൺഫ്യൂഷനിൽ. എന്താ വെച്ചാൽ ഈ പുതിയ തുടക്കം വരുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ, അങ്ങനത്തെ ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഇത് നിങ്ങളുടെ തന്നെ എനർജി ആവാം. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ആയിരിക്കാം. അല്ല, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി തന്നെയാണ്, പക്ഷെ ഇത് നിങ്ങളുടെ എനർജി ആവാം. ഓക്കെ, ഞാനിവിടെ കാണുന്നത് പാസ്റ്റില് 4 of Cupsന്റെ എനർജിയാണ്. എവിടെയോ പാസ്റ്റിൻ്റെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒട്ടും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ മുമ്പേ കുറേ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരുന്നു റിലേഷൻഷിപ്പിൽ, ജോബിൽ. പക്ഷേ എന്തോ ഒരു മാറ്റം വന്നുകൊണ്ട് നിങ്ങളിപ്പോൾ അതിൽ അത്ര മുമ്പത്തെ മാതിരി ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് എന്തോ ഒരു ക്ലാരിറ്റി വന്നു. ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ ഒന്നും മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല, എല്ലാത്തിലും ബ്ലോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസും കുറയാൻ തുടങ്ങി, കുറേ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടായി. പക്ഷേ ഞാൻ കാണുന്നത് പാസ്റ്റിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു. ആ പുതിയ ബിഗിനിങ് വന്നപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേയൊക്കെ ഈ സ്റ്റാഗ്നന്റ് എനർജീസൊക്കെ മാറാൻ തുടങ്ങി മെല്ലെ മെല്ലെ. ഇപ്പോൾ ഏപ്രിൽ ആവുമ്പോഴേക്കും ഞാൻ ആദ്യം ഒരു പുതിയ തുടക്കമാണ് കാണുന്നത് റിലേഷൻഷിപ്പിൽ. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ടവർ എനർജീൻ്റെ ഇതൊരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തോ പാസ്റ്റിൽ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ കാര്യത്തിലും
ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്സും വർക്കൗട്ട് ആവുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ മാസം ഒരു പുതിയ തുടക്കമുണ്ട്. ആരോ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോണു, നിങ്ങൾ കുറെ എക്സൈറ്റ്മെന്റിലാണ് മുമ്പോട്ട് പോവാണ്. ഇതൊരു ഫയർ സൈൻ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് നിങ്ങളുടെ ലൈഫിൽ വരണത്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു റൊമാൻറ്റിക് മെസ്സേജ് ആണ്. റൊമാൻസ് കുറേ ഉണ്ട് ഫ്യൂച്ചറിൽ. നിങ്ങൾ മുമ്പോട്ടേക്ക് പോണു ഒരു റിലേഷൻഷിപ്പിൽ. 3 of Pentacles ഉണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. ആ പേഴ്സണും അത്ര തന്നെ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ എവിടെയോ ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, നിങ്ങളും ഈ പേഴ്സന്റെ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു സീക്രട്ട് ആവാം. അതല്ല വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ആൻഡ് അതൊരു സീക്രട്ട് ആയിരിക്കാം. ഇപ്പൊ നിങ്ങളാണോ തേർഡ് പാർട്ടി, അതല്ല വെച്ചാൽ ആ പേഴ്സന്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അതുകൊണ്ട് ഒരു സീക്രട്ട് ആയിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വെക്കണോ, അങ്ങനെയും ആവാം. എന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ കുറെ ഒരു ബാഗേജ്, ഒരു ബേർഡൻ റിലീസ് ചെയ്യണ എനർജിയും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് നോക്കാം എന്താണ് ഔട്ട്കം നിങ്ങളുടെ. പക്ഷെ ചാലഞ്ച് നിങ്ങൾക്ക് 6 of Pentacles ആണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ബ്ലോക്കായി ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ കുറെ ഒരു വൺ സൈഡഡ് എനർജി ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കുറെ എഫേർട്ട് ഇടണോ ഈ ഫയർ സൈനിന്റെ ഈ പേഴ്സന്റെ കൂടെ, എന്ന് വെച്ചാൽ അവരുടെ എനർജി നിങ്ങളുടെ എനർജീനെ മാച്ച് ചെയ്യൂല. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണു. പക്ഷെ ഇവര് ഒരു സ്റ്റെബിലിറ്റി, അവരുടെ തീരുമാനത്തിൽ സ്റ്റെബിലിറ്റി ഇല്ല, റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യണതൊക്കെ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് അവരുടെ എഫേർട്ട് കുറവാണ്. 4 of Swords. ഇവിടെ കുറെ ഒരു സെപ്പറേറ്റഡ് എനർജിയും കാണാണ്ട്. അപ്പൊ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സ്ഥിരത ഇല്ല. ചില സമയത്ത് അവർ കോണ്ടാക്ട് ചെയ്യും, പിന്നെ കോണ്ടാക്ട് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് കാണുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പ്രാക്ടിക്കൽ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനാണ് പറയണത്. പ്രാക്ടിക്കലായി ഡിസിഷൻസ് എടുക്കുക, തീരുമാനം എടുക്കുക. അതല്ലാണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചാരിയറ്റ് എനർജി, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചോയ്സ് വരും. അപ്പോൾ ആ ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ മനസ്സ് വെക്കണം. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഇത് കുറെ സക്സസ് കൊണ്ടുവരണ എനർജിയാണ്. നിങ്ങൾ ഒരു റൈറ്റ് ഡിസിഷൻ എടുത്താൽ നിങ്ങൾക്ക് കുറെ സക്സസ് ഉണ്ടാവും. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പും ജോബിൻ്റെ ഇടയ്ക്കാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം വരുന്നുണ്ടാവും. പക്ഷെ ഈ റിലേഷൻഷിപ്പിന്റെ കാരണം നിങ്ങൾ ആ പുതിയ തുടക്കം എടുക്കണോ വേണ്ടേ, ഇത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ, അങ്ങനത്തെ കുറെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഔട്ട്കം ഇവിടെ ഡെത്ത് എനർജിയാണ്. അപ്പൊ എന്തോ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണു. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് വിടാനുള്ള പ്ലാനിലായിരിക്കും. ഔട്ട്കം ആവുമ്പോഴേക്കും ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഹാപ്പി അല്ലാത്തതുകൊണ്ട് അതിനെ വിട്ടു പോവാണ്. ഇപ്പോൾ ചിലവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആയിരിക്കും വിടുണ്ടാവുക. അതല്ല ചിലവർക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെച്ചാൽ അത് ചിലപ്പോൾ നിങ്ങൾ അതിൽ ഹാപ്പി ആയിരിക്കില്ല, ജോലിയിൽ ഹാപ്പി ആയിരിക്കില്ല. എന്തായാലും ഇവിടെ കുറെ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ നിങ്ങൾ ഹാപ്പി അല്ല, അത് നിങ്ങൾക്കറിയാം. 2 of Pentacles ഒരു സ്റ്റേബിൾ എനർജീസ് അല്ല ഏപ്രിലിൽ. ഈ തീരുമാനം എടുക്കാനും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്കം? ഞാൻ ഇപ്പോഴും കാണുന്നത് ഒരു കൺഫ്യൂസ്ഡ് ഔട്ട്കം ആണ്. പക്ഷെ നമ്മൾക്ക് ഒരു എക്സ്ട്രാ 2 of Swords. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഏപ്രിലും നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റും എന്ന്. എന്താ വെച്ചാൽ ഏപ്രിലിന്റെ ഔട്ട്കം തന്നെ ഒരു കൺഫ്യൂസ്ഡ് ഔട്ട്കം ആണ്. അപ്പോ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് പറയാം, നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ റെസൊനേറ്റ് ആയിച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക. എന്താ വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഔട്ട്കം ആയിരിക്കില്ല. അപ്പോൾ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇവിടെ നോന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തോ ഒരു കാര്യത്തിൽ ഒരു നോന്നാണ് വന്നിരിക്കണേ. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയണത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും, ഫോക്കസ് വരും. അപ്പോൾ പൈസീസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്.
അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പേഴ്സണൽ റീഡിങ്സിന് കോൺടാക്ട് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ അതുവരെ ടേക്ക് കെയർ.